ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുന്ന ദിശയിലേക്ക് മുന്നേറുകയാണ്. രാജ്യത്തിന്റെ ഈ പുരോഗതിയിൽ സഹകരണ മേഖലയുടെ പങ്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു നാഴികക്കല്ലായി മാറും. अमृतकाल में देश के गांव, देश के किसान के सामर्थ्य को बढ़ाने के लिए अब देश के कोऑपरेटिव सेक्टर की भूमिका बहुत बड़ी होने वाली है. सरकार और सहकार मिलकर विकसित भारत, आत्मनिर्भर भारत के संकल्प को डबल मजबूती देंगे. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈ ദർശനം സാക്ഷാത്കരിക്കുന്നതിനായി പുതുതായി രൂപീകരിച്ച സഹകരണ മന്ത്രാലയം ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും അവയുടെ ബിസിനസ് എളുപ്പത്തിൽ വർദ്ധിപ്പിക്കുന്നതിനുമായി 54-ലധികം സംരംഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 44, മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്നിവയാണ്. മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനും നിയന്ത്രണത്തിനുമായി ഭരണഘടനയുടെ സെക്ഷൻ 243(ZHF), മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിന്റെ സെക്ഷൻ 4(1) എന്നിവയിൻ കീഴിലാണ് കേന്ദ്ര രജിസ്ട്രാറെ ഭാരത സർക്കാർ നിയമിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 1625-ലധികം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അവയുമായി കോടിക്കണക്കിന് ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ശ്രീ അമിത് ഷായുടെ നേതൃത്വത്തിൽ നിരവധി സുപ്രധാന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ പരമ്പരയിൽ സെൻട്രൽ രജിസ്ട്രാർ ഓഫീസിന്റെ കമ്പ്യൂട്ടർവൽക്കരണം ഒരു സുപ്രധാന ഘട്ടമാണ്. ഇതിന് കീഴിൽ ഓഫീസ് മുഖേനയുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രജിസ്ട്രേഷനും കൈമാറ്റത്തിനുമുള്ള ഒരു സംയോജിത പോർട്ടൽ ഓഗസ്റ്റ് 6-ന് ബഹുമാനപ്പെട്ട ആഭ്യന്തര സഹകരണ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. मल्टी स्टेट कोऑपरेटिव समितियों की देखभाल करने वाला सेंट्रल रजिस्ट्रार की ऑफिस का पूरा सिस्टम CRCS का कार्यक्रम आज से पूर्णतया डिजिटल हो रहा है. अब कोई भी मल्टी स्टेट कोऑपरेटिव सोसाइटी को अपनी ब्रांच बढ़ानी है, दूसरे राज्य में जाना है, अपना ऑडिटेड बैलेंस शीट फाइल करना है, अपनी रिपोर्ट भेजनी है,